ആ പാലം കയറി നമ്മൾ പെരുമ്പളം ദ്വീപിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ NRB സാർ, NRB എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർത്തല മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവായിരുന്നു. ഒപ്പം വർഷങ്ങളായിട്ടുള്ള ഒരു മുതിർന്ന പൊതുപ്രവർത്തകനാണ് NR ബാബുരാജ് സാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സാറ് പെരുമ്പളംകാരനാണ് എന്നുള്ള ഞാൻ അറിയുന്നത്. സാറേ, അപ്പം നമ്മുടെ ഈ പെരുമ്പളത്തെക്കുറിച്ചും ഈ ഒരു പാലം വന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചുരുങ്ങിയ ഒരു ചുരുക്കം എന്ന് പറയാം സാറ്. പെരുമ്പളം പാലം എന്ന് പറയുന്ന ഒരു മഹാത്ഭുതമാണ്. കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും പെരുമ്പളത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും ഇതൊരു യാഥാർത്ഥ്യമായി എന്ന് ഇപ്പോഴും അത്ഭുതത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ സാമ്പത്തിക വശം പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും അവസാനം വരെയുള്ള പാലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേവലം 10,000 താഴെ ആളുകൾ മാത്രമാണ് ഇന്ന് പെരുമ്പളത്ത് ജീവിക്കുന്നത്. പെരുമ്പളത്ത് 12,000-ലേറെ ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദുർഘടമായ യാത്രാ പ്രശ്നവും വോട്ടില്ലായ്മയും അതിനു മുമ്പ് വള്ളത്തിൻ്റേതായ അപകട സാധ്യതകളും ഒക്കെ ഉണ്ടായ പരിസ്ഥിതിയിൽ ഏതാണ്ട് 2,000-ലേറെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പെരുമ്പളത്തു നിന്ന് മാറി താമസിക്കുകയുണ്ടായി. ജോലിയുടെ സൗകര്യം ഉദ്ദേശിച്ചും മക്കളുടെ വിദ്യാഭ്യാസം ഒക്കെ കണക്കിലെടുത്തും 2,000-ലേറെ ആളുകൾ പെരുമ്പളം വിട്ടുപോയി. ഇനി 10,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഉള്ളത്. 10,000-ൽ താഴെ ആളുകൾ മാത്രം വസിക്കുന്ന ഒരു ദ്വീപ് നിവാസികൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം, അവരുടെ യാത്രാ സൗകര്യവും ജീവിതവും ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം ഒരു ഗവൺമെൻറ്റും 100 കോടി രൂപ മുടക്കി ഒരു പാലം പണിയുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതാണ് സാധ്യമാക്കിയത്. 100 കോടി എന്ന് പറഞ്ഞാൽ സാധാരണ ജനപ്രതിനിധികൾ തങ്ങളുടെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇപ്പോൾ 10,000 ജനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു 8,000 വോട്ട് കാണും. 8,000 വോട്ടിന് വേണ്ടി ഒരു ജനപ്രതിനിധി 100 കോടി ഒരു കേന്ദ്രത്തിൽ മുടക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. ഒരു ജനപ്രതിനിധിയും ചിന്തിക്കാത്ത കാര്യമാണ്. അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, 100 കോടി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയാലേ 100 കോടി ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ അരൂർ മണ്ഡലത്തിലെ മുഴുവൻ റോഡും, എല്ലാ പഞ്ചായത്തിലെയും മുഴുവൻ റോഡുകളും 10 ലക്ഷം രൂപ മുടക്കി ടാറ് ചെയ്യാവുന്ന എമൗണ്ടാണ് ഈ 100 കോടി 8,000 വോട്ടിന് വേണ്ടി അല്ലെ 10,000 ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അത് 2-3 പേരുടെ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെയും അതിൽ തന്നെ 3-4 വ്യക്തികളുടെയും പ്രത്യേക താല്പര്യമെടുത്തു എന്നുള്ളത് കൊണ്ടാണ് സംഭവിച്ചത്. ആദ്യം എടുത്ത് പറയേണ്ടത് സഹ ആരിഫിനെയാണ്. ആരിഫിനെപ്പോലെ ജനപ്രതി അരൂർ MLA ആയില്ലായിരുന്നെങ്കിൽ പെരുമ്പളത്ത് ഒരിക്കലും പാലം വരില്ല. അതിനേക്കാൾ ഉപരി കിഫ്ബി എന്നൊരു പ്രോജക്റ്റ് കേരളത്തിൽ തോമസ് ഐസക്കിൻ്റെ ഭാവനയിൽ യാഥാർത്ഥ്യമായി, അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്, ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് എത്രയോ ആരോപണങ്ങൾ നേരിട്ടു. അത് യാഥാർത്ഥ്യമായില്ല. കിഫ്ബി കേരളത്തിൽ പ്രായോഗികമായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാലം വരത്തില്ല. ആ ധനകാര്യമന്ത്രിയായ ഒരു ധനകാര്യമന്ത്രിയും 8,000 പേർക്ക് വേണ്ടി 100 കോടി മാറ്റി വയ്ക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. ആ ധനകാര്യമന്ത്രി, അതുപോലെ തന്നെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി സഹ പിണറായി, ആ മന്ത്രിസഭയിലെ പെരുമ്പളം പതിറ്റാണ്ടുകളായിട്ട് അറിയാവുന്ന PWD മന്ത്രി G. സുധാകരൻ, ഇവരെല്ലാം വ്യക്തിപരമായി കൂടി താല്പര്യപ്പെടുത്തതുകൊണ്ട് പെരുമ്പളത്തുകാരുള്ള സ്നേഹം ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയത്. അത് കേവലം ഒരു പാലം എന്ന നിലയിൽ മാത്രമല്ല, ഈ പാലത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പെരുമ്പളത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണം. പെരുമ്പളത്തിൻ്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് ടൂറിസവും ഉത്തരവാദിത്ത ടൂറിസവും ഒക്കെ വികസിപ്പിച്ചുകൊണ്ട് പെരുമ്പളത്തെ ജനസംഖ്യയുടെ ഒരു പകുതിയിലേറെ ആളുകൾക്കും ഒരു ജീവിതമാർഗം തുറന്നു കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ ആ പാലം പോലും ഒരു ടൂറിസം ലെക്കാക്കിയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം തന്നെ റിസോർട്ടുകളും ചെറിയ ചെറിയ ഹോട്ടലുകളും ഒക്കെ പെരുമ്പളത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഓരോ പെരുമ്പളത്തുകാരൻ്റെയും ജീവിതത്തിൽ 24 മണിക്കൂറുള്ള ജീവിതത്തിൽ ഒരു ദിവസത്തെ ജീവിതത്തിൽ 6-7 മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ വള്ളം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് വിദ്യാഭ്യാസം ചെയ്യുകയും എൻ്റെ യുവത്വമൊക്കെ ഒരു അർത്ഥത്തിൽ യുവത്വത്തിൻ്റെ പല 100 കണക്കിന് മണിക്കൂറുകൾ പൊലിഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ അന്വേഷിച്ചറിയാം, ഈ പാലം വരുന്നതിന് മുമ്പ് പെരുമ്പളത്തെ ഒരു 40% ജനങ്ങളും വിദ്യാർത്ഥികളാണെങ്കിലും യുവാക്കളാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും പെരുമ്പളത്ത് പോയി പുറത്ത് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്.
ഇവർ 8 മണിക്ക് എറണാകുളത്തും വൈറ്റിലും വൈക്കത്തും ഒക്കെ ജോലിക്ക് കയറണമെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് 6 മണിക്കും 5:30ക്കൊക്കെ ഉള്ള വള്ളത്തിലാണ്, അതല്ലെങ്കിൽ 6 മണിക്കുള്ള ബോട്ടിലാണിപ്പോൾ. അപ്പോൾ 6 മണിക്ക് ബോട്ടിൽ പോകാനുള്ള വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും യാത്രയാക്കുന്നതിന് വേണ്ടി അവർക്ക് ഭക്ഷണത്തിനുള്ള ചോറും പൊതിയൊക്കെ ഉണ്ടാക്കി, ചോറും ഭക്ഷണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാ വീട്ടമ്മമാരും ഭാര്യമാരും സഹോദരിമാരും അമ്മമാരും ഒക്കെ 4 മണിക്ക് എണീറ്റ് പാചകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി ഇതെല്ലാം പൊതിഞ്ഞു കെട്ടി വള്ളക്കടവിലെത്തിക്കാൻ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഇതെല്ലാം കൊടുത്തുവിടുന്നത് 4 മണിക്കാണ്. ഇവിടുത്തെ പെരുമ്പളത്തെ മുഴുവൻ സ്ത്രീകളും എണീക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതിനേക്കാൾ ഉപരി 8 മണി വൈകുന്നേരം 5 മണി വരെ പണിയെടുത്ത് അവശരായി ക്ഷീണിതരായി ആ തൊഴിൽ വസ്ത്രമെല്ലാം മാറ്റി ശരീരമെല്ലാം കഴുകി വൈകി തിരക്കുള്ളൊരു ബസ്സിൽ കയറി ഇടി പിടിച്ച് പൂത്തോട്ടയിലെ പാടാവള്ളിയിൽ വരുമ്പോൾ ബോട്ടും ഇല്ല വള്ളവും ഇല്ല, പല രാത്രി അവിടെ കിടന്ന് തുടങ്ങും. ഇത് ബോട്ടുണ്ടെങ്കിൽ തന്നെ അവശരായി വീട്ടിൽ വന്ന് കയറിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടന്ന് തുടങ്ങിയാൽ മതി എന്നുള്ള സ്ഥിതിയിലാണ്. ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലും വിശേഷമുണ്ടോ, പനിയുണ്ടോ, തൊട്ടടുത്ത് വീട്ടിൽ ഒരു മരണമുണ്ടോ, ഒരു കല്യാണമുണ്ടോ, ഒരു സൗഹൃദത്തിലൊന്ന് സന്ദർശിക്കാൻ പോലും ആവാത്ത സാധാരണ മനുഷ്യരെ ജീവിക്കാത്ത ജനങ്ങളായിരുന്നു പെരുമ്പളത്തുകാർ. അപ്പോൾ ഓരോ ദിവസവും 4-5 മണിക്കൂർ മിനിമം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പരീക്ഷയ്ക്കെത്താനാവുമോ എന്നുള്ള ഉത്കണ്ഠയിൽ വെള്ളക്കടവിലും ബോട്ടിലും ആശങ്കാകുലരായിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് പഠിച്ചത് പോലും എഴുതാൻ പറ്റാത്ത ടെൻഷനാണ്. തിരിച്ച് വീട്ടിലെത്താൻ കഴിയുമെന്നൊക്കെ ഉള്ളതിൽ ഒരു 10-20 വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പല വള്ളക്കടവിലും ബോട്ട് കടവിലും നൂറുകണക്കിന് രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കൾ പെൺമക്കൾ വരാൻ വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി രാത്രിയിൽ വള്ളക്കടവിൽ കാത്തിരിക്കുന്ന ഉത്കണ്ഠയോട് നിൽക്കുന്ന ജനങ്ങളുണ്ട്. അതെല്ലാം മാറി, ആ ജീവിതം മാറി, ആകെ അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നൊരു മാറ്റമാണ് 7-ാം തീയതി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് PWDയും കിഫ്ബിയും ചേർന്ന് 7-ാം തീയതി ഏറ്റവും മഹോത്സവം പോലെ ഒരു ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് പെരുമ്പളം പഞ്ചായത്ത് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി 7 ദിവസം ഓരോ ദിവസവും ഒരു ഉത്സവത്തിൻ്റെ പോലെ, ഒരു അഹസ് പോലെ പെരുമ്പളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ആഘോഷ പരിപാടികൾ നടത്തുകയാണ്. അതെന്തുകൊണ്ടും പെരുമ്പളത്ത് ഒരു വികാസം ഉണ്ടാകുന്നതിനപ്പുറം മുഴുവൻ മനുഷ്യരുടെയും മനസ്സും ശരീരവും ഭൗതിക ജീവിതവും എല്ലാം മാറുകയാണ്. തോമസ് ഐസക് പറഞ്ഞ ഒരു ലളിതമായ കണക്ക് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ പാലം വരുന്നതിന് മുമ്പ് പെരുമ്പളത്ത് 50,000 രൂപയോ 1,00,000 രൂപയോ ശരാശരി 50,000 രൂപയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 80% പേരും കുടികിടപ്പുകാരാണ്. അപ്പോൾ പെരുമ്പളത്തെ 80% ആളുകളുടെയും സ്വത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റാണ്. ആ 10 സെൻറ്റ് 50,000 വെച്ച് കൂട്ടിൽ 5 ലക്ഷമാണ്. പെരുമ്പളത്തുകാരൻ്റെ ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് എത്രയെന്ന് ചോദിച്ചാൽ എനിക്ക് 5 ലക്ഷം രൂപ സ്വത്തുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ലോൺ എടുക്കാൻ പോയാൽ 1 സെൻറ്റിന് 10,000 രൂപയാണ് ആകെ ലോൺ കിട്ടുന്നത് ബാങ്കുകളിൽ വെച്ച് കിട്ടുന്നത്. പക്ഷേ ഈ പാലം വരുമ്പോൾ അപ്പോൾ പെരുമ്പളം മൊത്തം 2,500 ഏക്കറുള്ളപ്പോൾ ഒരു 750 കോടി രൂപ കൊടുത്താൽ അംബാനിയോ ആരെങ്കിലും റിയൽ എസ്റ്റേറ്റുകാർ വന്നാൽ 750 കോടി കൊടുത്താൽ പെരുമ്പളം കിട്ടും. പാലം വന്നു കഴിയുമ്പോൾ അത് 6 ഇരട്ടിയായി, ഇപ്പം 3 ലക്ഷമൊക്കെ ആയി. എന്ന് പറഞ്ഞാൽ 10 സെൻറ്റുകാരൻ്റെ സ്വത്ത് 5 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമായി. 750 കോടിയുള്ള വിലയുള്ള പെരുമ്പളത്തിന് ദ്വീപിൻ്റെ വില 4,500 കോടിയാവും. എന്ന് പറഞ്ഞാൽ ഈ 3,750 കോടിയും സ്വത്തിൻ്റെ മൂല്യം വർദ്ധിച്ചത് സാധാരണ ജനങ്ങൾക്കാണ്. അതാണ് ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ആ നിലയിൽ ഉള്ള വലിയ മാറ്റമാണ്, നമ്മൾ ഉദ്ദേശിക്കാത്ത അപ്പുറമുള്ള മാനമാണ് ഈ പാലം കൊണ്ടുണ്ടാകാൻ പോകുന്നത്.